എൻ്റെ കുട്ടികളെ IEPLCൻ്റെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ കണ്ടു. അതിൽ നമ്മൾ സിലബസിനെ പറ്റി ഒന്ന് ഓവർവ്യൂ നടത്തി. അതിന് പുറമെ പിന്നെ നമ്മൾ സബ്ജക്റ്റ് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചു. അപ്പോൾ അതിൽ പവർ ഇലക്ട്രോൺ ഡിവൈസസ് ആണ് നമ്മുടെ സബ്ജക്റ്റ് ഫസ്റ്റ് മോഡ്യൂളിലുള്ളത്. ആ ഫസ്റ്റ് മോഡ്യൂളിലെ പവർ ഇലക്ട്രോണിക്സ് ഡിവൈസസിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പഠിക്കാനുള്ള 4 ഡിവൈസസ് മാത്രമാണെന്നും പറഞ്ഞു. അതിലൊന്നാമത്തത് MOS FETയും IGBTയും, പിന്നെ തൈറിസ്റ്റർ ഡിവൈസസിൽ SCRഉം ട്രയാക്കും. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ ആദ്യത്തെ MOS FETയുടെ സ്ട്രക്ചർ ഞാൻ കഴിഞ്ഞ ദിവസം തുടങ്ങി വെച്ചു. അതിൻ്റെ ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. MOS FET മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചിരുന്ന സ്ട്രക്ചർ. അപ്പോൾ അതിൽ ഈ ലോവർ പോർഷൻ, ഇത്രയും ഭാഗം സെമി കണ്ടക്ടർ ഡിവൈസസ് ആണ്. ഈ സെമി കണ്ടക്ടർ ഡിവൈസസിലെ ഇത് സബ്സ്ട്രേറ്റ് ആയിട്ടുള്ള ഭാഗം P ടൈപ്പ് സബ്സ്ട്രേറ്റ്. അതിൻ്റെ ഈ എൻഡിലും N ഡോപ്പ് ചെയ്തിട്ടുണ്ട്. ഈ എന്നുകൾ തമ്മിൽ നേരിട്ട് കണക്ഷനൊന്നുമില്ല. കറണ്ട് ഫ്ലോ ഇതിൽ കൂടെ സാധാരണത്തെ കണ്ടീഷനിൽ പോസിബിൾ അല്ല. ഈ പി റീജിയനിൽ കൂടെ കയറിയാൽ മാത്രമേ എന്നിലേക്ക് കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ. അപ്പോൾ ഇത് സെമി കണ്ടക്ടർ, ഇത് ഓക്സൈഡ്, സെമി കണ്ടക്ടറിൻ്റെ ഓക്സൈഡ്. ഈ ഓക്സൈഡിൻ്റെ മുകളിൽ മെറ്റലൈസ്ഡ് പോർഷൻ. അപ്പോൾ ഇത്രയും ഉള്ളതുകൊണ്ടാണ് ഈ മെറ്റൽ ഗേറ്റിൻ്റെ മെറ്റൽ പ്ലസ് ഇവിടുത്തെ സിലിക്കൺ ഡയോക്സൈഡ് ഓക്സൈഡ്, മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ. അതാണ് MOS, മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ, മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ. പിന്നെ ഇത് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്ററാണ്. ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് വോൾട്ടേജ് ആണ്. അപ്പോൾ വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസാണ് ആക്ച്വലി ഈ MOS FET എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ തെറ്റ് പറ്റിപ്പോയിട്ടുണ്ട്. സ്ഖലിതമായിട്ട് ഇതിനെ ഞാൻ കറണ്ട് കൺട്രോൾ എന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. അത് ശരിയല്ല. ഇത് വോൾട്ടേജ് കൺട്രോൾഡ് ഓർ ഫീൽഡ് കൺട്രോൾഡ് ഡിവൈസാണ്. ഇനി നമുക്ക് ഇന്ന് നോക്കേണ്ടത് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. നമ്മളിപ്പോൾ ഇങ്ങനെ നോക്കി. ഇനി ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, പിന്നീട് ക്യാരക്ടറിസ്റ്റിക്സ്. ഈ 2 സംഗതികളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ അതിൽ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറയുമ്പോൾ ആദ്യം വർക്കിംഗ് പ്രിൻസിപ്പിൾ നോക്കണം. വർക്കിംഗ് പ്രിൻസിപ്പിളിന് ഇവിടെ നോക്കുക. ഇവിടെ ഇതാണ് ഇതിൻ്റെ ഈ മോൾ ഭാഗം ഞാൻ ഒന്നുകൂടി നമ്മൾ നേരത്തെ കാണിച്ച ആ സ്ലൈഡിൻ്റെ പോർഷൻ ഒന്നുകൂടി കാണിച്ചിരിക്കുകയാണ്. അതിൽ ഇത്രയും ഭാഗം P സബ്സ്ട്രേറ്റ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും N റീജിയൻ. ഇവിടെ ഒരു ചെറിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് N+ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. N+ എന്ന് മാർക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ 2 സ്ഥലത്തെയും ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ കുറച്ച് കൂടുതലായിരിക്കും. അതായത് ഈ സോഴ്സിൻ്റെയും ഡ്രെയിനിൻ്റെയും ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. പിന്നെ ഇതിൻ്റെ ഇത്രയും ഭാഗം സെമി കണ്ടക്ടറിൻ്റെ ഓക്സൈഡ്, പിന്നെ അതിൽ നിന്ന് സെമി കണ്ടക്ടറിൻ്റെ ഓക്സൈഡ് കൂടെ പെനിട്രേറ്റ് ചെയ്ത് പോയിട്ട് സോഴ്സിൻ്റെലേക്കുള്ള കണക്ഷൻ. അതുപോലെ ഇവിടെ സെമി കണ്ടക്ടർ ഡിവൈസിൽ നിന്ന് പെനിട്രേറ്റ് ചെയ്ത് പുറത്തേക്ക് വന്നിട്ട് ഡ്രെയിനിലേക്കുള്ള കണക്ഷൻ. അപ്പോൾ ഇത് മെറ്റലൈസ്ഡ് പോർഷനാണ്. ഈ ഡാർക്ക് ചെയ്ത ഭാഗം മെറ്റലൈസ്ഡ് പോർഷനാണ്. പിന്നെ ഈ സിലിക്കൺ ഡയോക്സൈഡ് ലെയറിൻ്റെ മുകളിലായിട്ട് ഇവിടെ മെറ്റലൈസ്ഡ് ഗേറ്റും. അപ്പോൾ ഇതാണ് മെറ്റലൈസ്ഡ് ഗേറ്റ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ്. പിന്നെ ഇത് അതിൻ്റെ സിമ്പലാണ്. സിമ്പിള് നമുക്കിവിടെ കാണാം. ഇത് സോഴ്സും ഇത് ഡ്രെയിനുമാണ്. സോഴ്സ് ടു ഡ്രെയിൻ നേരിട്ട് വരച്ചിട്ടില്ല. ദാറ്റ് മീൻസ് ഇവിടുന്ന് ഇങ്ങോട്ട് ഇത് കട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള അതിൻ്റെ അർത്ഥം. ഇവിടെയും കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഈ സബ്സ്ട്രേറ്റ് അതായത് സബ്സ്ട്രേറ്റിലാണ് ഇതിൻ്റെ ആരോ മാർക്കുള്ളത്, സബ്സ്ട്രേറ്റ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും സോഴ്സും സബ്സ്ട്രേറ്റും തമ്മിൽ ഇൻറ്റേർണലി ഷോർട്ടഡാണ്. ഇവിടെ ഈ സോഴ്സും ഈ സബ്സ്ട്രേറ്റും തമ്മിൽ ഇൻറ്റേർണലി കണക്റ്റഡും കൂടിയാണ്. കണക്ട് ചെയ്യാതെയും MOS FET കൺസ്ട്രക്ട് ചെയ്യാറുണ്ട് ഒന്നാണ്. പക്ഷേ ഇങ്ങനെ നേരിട്ട് കണക്ട് ചെയ്തിട്ടാണ്
സാധാരണഗതിയിൽ വരിക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞത്. ഇനി ഇതിൻ്റെ കൊടുക്കേണ്ട വോൾട്ടേജസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇതിൽ കൊടുക്കേണ്ട വോൾട്ടേജസ് ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഡ്രെയിനിൽ പോസിറ്റീവ് എൻ ചാനൽ മോസ് FET ആണ്. അതിൻ്റെ സപ്ലൈ ഡ്രെയിനിന് പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കണം, സോഴ്സിൽ നെഗറ്റീവ് വോൾട്ടേജ്, അതിൻ്റെ നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കണം, ഗേറ്റിൽ പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കണം. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് പറയേണ്ടത് VGS, ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ്. ഗേറ്റ് ടു സോഴ്സ്, ഗേറ്റിൽ നിന്ന് സോഴ്സും തമ്മിലുള്ള കൊടുക്കുന്ന വോൾട്ടേജ് അത് VGS. അതിൽ അതുപോലെ ഇത് VDS, ഡ്രെയിൻ ടു സോഴ്സിന് കൊടുക്കുന്ന, ഈ രണ്ട് ടെർമിനൽ കൊടുക്കുന്ന വോൾട്ടേജ്, ഡ്രെയിൻ ടു സോഴ്സ് വോൾട്ടേജ്, അതാണ് VGS എന്ന് പറഞ്ഞാൽ VGS എന്ന് പറഞ്ഞാൽ ഗേറ്റ് ടു സോഴ്സ്, VDS എന്ന് പറഞ്ഞാൽ ഡ്രെയിൻ ടു സോഴ്സ് വോൾട്ടേജ്. ഈ രണ്ട് വോൾട്ടേജും പോസിറ്റീവാണ്. ഗേറ്റിലേക്കും ഡ്രെയിനിലേക്കുള്ള വോൾട്ടേജ് പോസിറ്റീവാണ് വിത്ത് റെസ്പെക്റ്റ് ടു സോഴ്സ്. അപ്പോൾ സോഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ അത് പോസിറ്റീവായിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇതവിടെ ഞാൻ ആ ഫിഗർ ഒന്ന് മാറ്റി വരച്ചിട്ടുണ്ട്. ഇതാ ഞാൻ മാറ്റി വരച്ചിട്ടുണ്ട്. അതിൽ ഇതാ ഇവിടെ നോക്കുക, ഇവിടെ നേരത്തെ പറഞ്ഞ മാതിരി ഗേറ്റ് ടു സോഴ്സ് പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കണം. അപ്പോൾ ഇതാണ് ഗേറ്റ്, ഇത് സോഴ്സ്. അപ്പോൾ ഈ സൈഡിൽ പോസിറ്റീവും ഇതിൽ കൂടെ ഇങ്ങോട്ട് നെഗറ്റീവും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗേറ്റ് ടു സോഴ്സ് പോസിറ്റീവ് വോൾട്ടേജ് വിത്ത് റെസ്പെക്ട് ടു സോഴ്സ് ഗേറ്റ് പോസിറ്റീവാണ്. സിമിലർലി ഇവിടെ ഡ്രെയിന് ഇതാ VDS ആണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ പോസിറ്റീവ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നെഗറ്റീവ് ഇതിൽ കൂടെ ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രോപ്പർ ബയസിങ് എന്ന് പറഞ്ഞത്. ഞാനിതവിടെ അതിൻ്റെ ഫിഗർ മാറ്റി വേറെ കാണിച്ചിട്ടുണ്ട്. ഇത് രണ്ടും നെഗറ്റീവ്, രണ്ടും സോഴ്സിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഡ്രെയിൻ, ഈ പോസിറ്റീവ് ഡ്രെയിനിലേക്കും ഈ പോസിറ്റീവ് നേരെ ഗേറ്റിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ കണക്ട് ചെയ്ത മെത്തേഡ്. ഇനി നമ്മൾ എന്ത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കണം. ഇതിൻ്റെ ഡ്രെയിൻ കറണ്ടാണ് ഇതിൻ്റെ ഫൈനൽ കറണ്ട് എന്ന് പറഞ്ഞത്. ഡ്രെയിൻ കറണ്ടാണ് ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്, ഓർ ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ്. ഇതിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമെങ്കിൽ നമ്മൾ ഇവിടെ പോസിറ്റീവ് വോൾട്ടേജ് കൊടുത്തു, ഇവിടെ നെഗറ്റീവ് വോൾട്ടേജ് കൊടുത്തു. അതായത് ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും ഈ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും മാത്രം കൊടുത്ത് ഇവിടെ ഒന്നും കൊടുക്കുന്നില്ല എങ്കിൽ ഇവിടെ N+ റീജിയനാണ്, ഇവിടെ N+ റീജിയനാണ്. ഇതിൻ്റെ ഇടയിലൊരു P റീജിയൻ, ഇതാ ഈ P സബ്സ്ട്രേറ്റിൻ്റെ റീജിയനും ഉണ്ട്. ഇതിപ്പോൾ മറ്റേ ഈ വോൾട്ടേജ് കൊടുത്താൽ മാത്രമേ ഉണ്ടാവുള്ളൂ, അതല്ലെങ്കിൽ ഇതുണ്ടാവുന്നില്ല. ഇല്ലാത്തതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള കറണ്ട് ഫ്ലോ പോസിബിൾ അല്ല. ഇപ്പോൾ കറണ്ട് ഫ്ലോ പോസിബിൾ അല്ല. അപ്പോൾ ഇവിടെ മാത്രം വോൾട്ടേജ് കൊടുത്ത് ഗേറ്റിൽ വോൾട്ടേജ് കൊടുത്തില്ലെങ്കിൽ, പോസിറ്റീവ് വോൾട്ടേജ് കൊടുത്തില്ലെങ്കിൽ ഡ്രെയിൻ കറണ്ട് പോസിബിൾ അല്ല. ഇനി നമ്മൾ ഗേറ്റിലൊരു പോസിറ്റീവ് വോൾട്ടേജ്, ഇവിടെ ഒരു പോസിറ്റീവ് വോൾട്ടേജ് വിത്ത് റെസ്പെക്ട് ടു സോഴ്സ് പോസിറ്റീവ് വോൾട്ടേജ് കൊടുത്തു എന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ ഈ സൈഡിൽ പോസിറ്റീവ് വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്, ഇതിൽ കൂടെ ഇത് നെഗറ്റീവുമാണ്, ഈ സൈഡ് ഈ നെഗറ്റീവ് വോൾട്ടേജും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പോസിറ്റീവ് വോൾട്ടേജ് ഇവിടുത്തെ മെറ്റലൈസ്ഡ് പോർഷനിൽ പോസിറ്റീവ്, ഇവിടെ ചാർജ് ഇവിടെ എത്തും. അതുപോലെ ഇതിൽ കൂടെ ഈ ഭാഗത്ത് നെഗറ്റീവ് ചാർജും എത്തും. അപ്പോൾ ഇത്രയും പോർഷൻ ഒരു കപ്പാസിറ്റർ പോലെ ആക്ട് ചെയ്തിട്ട് ഈ ഇവിടെയുള്ള പോസിറ്റീവ് വോൾട്ടേജ് ഇതിൻ്റെ സിലിക്കൺ ഡയോക്സൈഡിൻ്റെ ലെയറിൽ ഈ സൈഡിൽ നെഗറ്റീവ് ചാർജും, അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റേ സൈഡ് പോസിറ്റീവ് ചാർജും ഉണ്ടാവും. ഈ പോസിറ്റീവ് ചാർജിനെ ഇതിൽ കൂടെ ഈ സൈഡിൽ കൂടെ വന്ന നെഗറ്റീവ് ചാർജ് അട്രാക്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ഈ സൈഡിൽ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ് വന്നു, അപ്പോൾ ഈ സൈഡിൽ ഒരു നെഗറ്റീവ് ചാർജുള്ളൊരു ലെയറും ഫോം ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് N+ റീജിയനാണ്, സർപ്ലസ് ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. ഇതും N+ റീജിയനാണ്, സർപ്ലസ് ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. ഇവിടെ ഇലക്ട്രോണുകളുടെ ഒരു ലെയർ, ഒരു ചാനൽ ഫോം ചെയ്യും. ചാനൽ ഫോം ചെയ്യുന്നതോടുകൂടി എന്താ വെച്ചാൽ ഇവിടുന്ന് ഇതിൽ കൂടെ, ഈ ചാനലിൽ കൂടെ ഇതിൽ കൂടെ ഡ്രെയിൻ കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ ഈ സൈഡിൽ പോസിറ്റീവ് വോൾട്ടേജ് കൊടുത്തെങ്കിൽ മാത്രം ഇവിടുന്ന് അങ്ങോട്ട്
ഈ ചാനലിൽ കൂടെ സബ്സ്ട്രേറ്റിൻ്റെ ഈ ചാനലിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. അങ്ങനെ ആനോഡ് കറണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞത്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എടുത്ത് നോക്കേണ്ടത്. ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞാൽ വേറെ ഏത് ഡിവൈസിനും ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സും ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്. നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെ സബ്ജക്റ്റിലും പിന്നെ ബേസിക് ഇലക്ട്രോണിക്സിലും നമ്മൾ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സും ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സും കോമൺ എമിറ്റർ, കോമൺ ബേസ് കളക്ടർ കോൺഫിഗറേഷൻ്റെ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് സ്റ്റഡി ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഔട്ട്പുട്ടിൽ ഇതിൽ ഇതാണ് IGBT എന്ന് പറയുന്നത്. അതിൽ ഈ ഭാഗം ഇൻപുട്ടും ഈ ഭാഗം അതിൻ്റെ ഔട്ട്പുട്ടുമാണ്. അപ്പോൾ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞാൽ VI ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് വേഴ്സസ് ഔട്ട്പുട്ട് കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഡ്രെയിൻ ടു സോഴ്സുള്ള വോൾട്ടേജ് VDS വേഴ്സസ് ഡ്രെയിൻ കറണ്ട്, ഇതിൽ കൂടുതലുള്ള കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് സ്റ്റഡി ചെയ്യേണ്ടത്. അപ്പോൾ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞപ്പോൾ ഈ രണ്ട് വോൾട്ടേജ് വേഴ്സസ് ഈ കറണ്ട് കീപ്പിംഗ് ഇൻപുട്ട് വോൾട്ടേജ് ആസ് കോൺസ്റ്റൻറ്റ്, അതും കൂടി പറയേണ്ടതുണ്ട്. അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് വേഴ്സസ് ഔട്ട്പുട്ട് കറണ്ട് കീപ്പിംഗ് ഇൻപുട്ട് ആസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഈ സൈഡിൽ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് വോൾട്ടേജ് കൊടുക്കുന്നു, ഈ രണ്ട് സൈഡിലും വോൾട്ടേജ് 0 ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ കൂടുതൽ കറണ്ടിൻ്റെ ബിഹേവിയർ എങ്ങനെയാണെന്ന് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻ എന്ന രീതിയിൽ ആദ്യത്തെ കണ്ടീഷനിൽ ഗേറ്റ് വോൾട്ടേജ് 0 ആക്കി സെറ്റ് ചെയ്യുന്നു. ഈ വോൾട്ടേജ് 0 ആക്കുന്നു. ദാറ്റ് ഈസ് ഈ പോയിൻ്റ് 0 വോൾട്ട് ആക്കുന്നു. ഇത്രയും ഭാഗം 0 വോൾട്ട്. അത് ഇങ്ങോട്ട് കണക്ട് ചെയ്ത് ഇക്വലൻ്റ് ആണ്. അപ്പോൾ ഇങ്ങോട്ട് കണക്ട് ചെയ്തു. എന്നിട്ട് ഈ സൈഡിൽ ഇവിടെ നെഗറ്റീവ് വോൾട്ടേജ് കൊടുത്തു, ഇവിടെ പോസിറ്റീവ് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിൻ്റെ വോൾട്ടേജ് ഗ്രാജുവലി 0 ഇൻക്രീസ് ചെയ്യുന്നു. 0 ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് 0 വോൾട്ടിൽ ഇതിൽ കൂടുതൽ കറണ്ട് ഫ്ലോയും ഉണ്ടാവുന്നില്ല. ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഈ പോസിറ്റീവ് ചാർജ് ഇവിടുത്തെ N+ റീജിയനിലുള്ള നെഗറ്റീവ് ചാർജസിനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ടാവും. ഈ നെഗറ്റീവ് വോൾട്ടേജ് ഇതിൽ കൂടെ വന്ന് ഈ നെഗറ്റീവ് ചാർജ് ഇവിടെ വരെ എത്തിയെങ്കിലും ഇവിടെ നിന്ന് എങ്ങോട്ടും പോകാൻ വഴിയില്ല. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇതിൽ കൂടുതൽ കറണ്ട് ഉണ്ടാവില്ല, ഫ്ലോ ചെയ്യില്ല. അതായത് ഇവിടെ 0 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ കൂടെ സ്വാഭാവികമായിട്ടും കറണ്ട് ഉണ്ടാവാൻ സാധ്യതയില്ല. അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ കണക്ഷൻ ഇതിലേക്കും കൂടി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഈ ജംഗ്ഷൻ, അതായത് ഡ്രെയിൻ ടു സബ്സ്ട്രേറ്റ് ജംഗ്ഷൻ ഒരു റിവേഴ്സ് ബയസ് ആണെന്ന് പറയണം. അതായത് ഇവിടെ നെഗറ്റീവ് വോൾട്ടേജും ഈ സൈഡിൽ പോസിറ്റീവ് വോൾട്ടേജും ഈ പി സബ്സ്ട്രേറ്റിൽ നെഗറ്റീവ് വോൾട്ടേജും. അപ്പോൾ എന്ത് സംഭവിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജംഗ്ഷൻ റിവേഴ്സ് ബയസ് ആണ്. റിവേഴ്സ് ബയസ് ആണെങ്കിൽ നമുക്ക് പറയാം അതിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല. അറ്റ് ദ സെയിം ടൈം അതിൽ കൂടെ അതിൻ്റെ ലീക്കേജ് കറണ്ട് ഫ്ലോ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. നമ്മൾ ട്രാൻസിസ്റ്റർ ക്യാരക്ടറിസ്റ്റിക്സിൽ ട്രാൻസിസ്റ്ററിൻ്റെ കലക്ടർ ലീക്കേജ് കറണ്ട് ഫ്ലോ ചെയ്യുക എന്ന് പറഞ്ഞ പോലെ ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ലീക്കേജ് കറണ്ട്, ദാറ്റ് ഈസ് സിമിലർ ടു ഓർ ഈക്വലൻ്റ് ടു 0 ആണെങ്കിൽ കൂടി ഒരു വളരെ ചെറിയ കറണ്ട് ഇതിൻ്റെ അകത്ത് കൂടെ ഫ്ലോ ചെയ്യും. അതിന് നമ്മൾ അതിൻ്റെ ലീക്കേജ് കറണ്ട് എന്നാ പറയാം. നെഗ്ലിജിബിളി സ്മോളാണ്, 0ക്ക് ഇക്വലൻ്റ് ആണ്, എങ്കിലും ആ കറണ്ട് ഇതിൻ്റെ അകത്ത് കൂടെ ഫ്ലോ ചെയ്യും. അത് ഇവിടുത്തെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്ന, അതായത് ഇതിൻ്റെ ഡ്രെയിൻ ടു സോഴ്സുള്ള വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആദ്യം 0 ആയിരിക്കും, പിന്നെ ഗ്രാജുവലി അതിൻ്റെ ഓപ്റ്റിമം അതിൻ്റെ മൈനോറിറ്റി കാരിയേഴ്സ് കൊണ്ട് ചാർജ് പെട്ടെന്ന് ഇതിൽ കൂടെ ഫ്ലോ ചെയ്ത് സാച്ചുറേറ്റ് ചെയ്യും. അതാണ് അതിൻ്റെ ആദ്യത്തെ പോർഷൻ. അതിൻ്റെ ഗ്രാഫ് ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇത് ഈ ആക്സിസ് ഡ്രെയിൻ ടു സോഴ്സ് വോൾട്ടേജ് ആണ്, ഇത് ഡ്രെയിൻ കറണ്ട് ആണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു 0 കറണ്ട്, പിന്നെ അത് പെട്ടെന്ന് തന്നെ വോൾട്ടേജ് നമ്മൾ ഡ്രെയിൻ ടു സോഴ്സ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇത് പെട്ടെന്ന് തന്നെ അതിൻ്റെ മാക്സിമം വാല്യൂവിലെത്തി സാച്ചുറേറ്റ് ചെയ്ത് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു. ഇത് ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് 0 ആവുമ്പോൾ. ഇനി നമ്മൾ അടുത്ത കണ്ടീഷൻ നോക്കാം. അപ്പോൾ നമ്മൾ ആ ഫസ്റ്റത്തെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞു, അതായത് ഗേറ്റ് വോൾട്ടേജ് 0 ആകുന്ന സമയത്ത് ഇവിടെ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് കൊടുക്കുന്നു എസ്എം ചെയ്യാം. ഇവിടെ ഒരു 0.5 ഓർ 1 വോൾട്ട് കൊടുക്കുന്നു. 0.5 ഓർ 1 വോൾട്ട് കൊടുക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ പോസിറ്റീവ് 1 വോൾട്ട് ഉണ്ട്, ഇതിൻ്റെ ഈ ഭാഗത്ത് നെഗറ്റീവ്
അതിൻ്റെ നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു പോസിറ്റീവ് വോൾട്ടേജിൻ്റെ ഈ പ്ലേറ്റിൽ ഗേറ്റിൻ്റെ ആ മെറ്റലൈസ്ഡ് പോർഷനിൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഈ പോസിറ്റീവ് ചാർജ് ഇതിൻ്റെ ഇടയിലെ സിലിക്കോൺ ഡയോക്സൈഡിൻ്റെ ഇതിനെ ഒരു ഡൈലക്ട്രിക് ആക്ട് ചെയ്യും. അതിലുള്ള നെഗറ്റീവ് ചാർജിനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്ത് അവിടെ നിർത്തിയിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പോസിറ്റീവ് പാർട്ട് ഈ സൈഡിലേക്ക്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടാവും. മാത്രമല്ല ഇതിൻ്റെ ഈ ഭാഗത്ത് കൂടെ ഇവിടെ വന്നിട്ട് അതിൻ്റെ നെഗറ്റീവ് ചാർജിൻ്റെ ഒരു പ്രസൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ടാകുന്ന സമയത്ത് ഈ പോസിറ്റീവ് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ റീജിയനിലുള്ള നെഗറ്റീവ് ചാർജസ് ഒക്കെ ഇവിടെ വന്നിട്ട് ഒരു ചാനലായിട്ട് വളരെ ചെറിയൊരു ചാനലായിട്ട് ഫോം ചെയ്യുന്ന സമയത്ത് ഫോം ചെയ്ത് കിടക്കുകയാവും. ഇനി ഇവിടെ നമ്മൾ 0 വോൾട്ടേജ് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടുത്തെ വോൾട്ടേജ് സെറ്റ് ചെയ്തേ, ഇവിടുത്തെ ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഡ്രെയിൻ ടു സോഴ്സസ് നമ്മൾ 0 ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ ഇവിടെയും ഇവിടെയായിട്ട് കൊടുത്തിട്ടുണ്ട്. അറ്റ് 0 വോൾട്ട് ഇതിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യാൻ യാതൊരു പാത്തും ഇല്ല. കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇഞ്ചെക്ട് ചെയ്താലേ ഇങ്ങോട്ട് കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ. അപ്പോൾ പാത്തിൽ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. പിന്നെ വോൾട്ടേജ് നമ്മളിങ്ങനെ ഇവിടുത്തെ വോൾട്ടേജ് അങ്ങനെ ഗ്രാജുവലി 0.1, 0.2, 0.3 അങ്ങനെ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എബൌട്ട് ഒരു 1 വോൾട്ട് ആകുമ്പോഴേക്കും എന്ത് സംഭവിച്ചാൽ ഇവിടെ നിന്നുള്ള ചാർജ് കാരിയേഴ്സ് ഈ ചാനലിൽ കൂടെ ഇതിൽ കൂടെ ഇങ്ങനെ ഫ്ലോ ചെയ്യും. അപ്പോൾ ആദ്യം ഇവിടുത്തെ ലോവർ വോൾട്ടേജ് ഇവിടുത്തെ കുറച്ച് ചാർജ് കാരിയേഴ്സ് ഇതിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്തു. പിന്നെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇതിലത്തെ ചാർജ് കാരിയേഴ്സ് വീണ്ടും ബാക്കിയുള്ളതും കൂടി ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്നു. വീണ്ടും നമ്മൾ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ കൂടെ വീണ്ടും കൂടുതൽ ചാർജ് കാരിയേഴ്സിൻ്റെ ഇതിൽ കൂടെ വരുന്നു. അങ്ങനെ ഏതുവരേക്കും ഇതിലുണ്ടാകുന്ന ചാർജ് കാരിയേഴ്സ് സാച്ചുറേറ്റ് ചെയ്യുന്നത് വരെയും ഇതിൽ കൂടെ അങ്ങനെ കറണ്ട് കറസ്പോണ്ടിങ് ആയിട്ട് കൂടിക്കൊണ്ടേയിരിക്കും. പിന്നീട് ഫർദർ ഇവിടെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലും ഇതിൽ കൂടുതൽ കറണ്ട് ഇൻക്രീസ് ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഇതിലത്തെ ചാർജ് കാരിയേഴ്സിൻ്റെ കണ്ടീഷൻ സാച്ചുറേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതാണ് അടുത്ത കണ്ടീഷൻ. ഇതാണ് അതിൻ്റെ ഗേറ്റ് ടു സോഴ്സുള്ള വോൾട്ടേജ്. നമ്മൾ വേറൊരു വോൾട്ടേജ് 1 വോൾട്ട് കൊടുക്കുന്നു. അപ്പോൾ നേരത്തെ ഉള്ളതിനെക്കാട്ടിലും കൂടുതൽ ഇവിടെ ആ ചാനലിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നതുകൊണ്ട് ചാനലിൽ കൂടുതൽ കറണ്ട് 0 കറണ്ട് ഇല്ല. പിന്നെ ഇൻക്രീസ് ചെയ്യുമ്പോൾ കറണ്ട് കൂടി വന്ന് പിന്നെ ഈ സമയത്ത് എത്തുമ്പോഴേക്കും തന്നെ അതിൻ്റെ മാക്സിമം അതിൻ്റെ സാച്ചുറേറ്റ് ചെയ്തു. ഇത് സാച്ചുറേറ്റഡ് റീജിയൻ ആയിട്ടുമ്പോൾ അവിടെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടിരിക്കും. ഇനി വീണ്ടും ഫർദർ ഈ സൈഡിൽ വീണ്ടും വേറൊരു ഹയർ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ ഇതിൻ്റെ ചാനലിൻ്റെ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടാവും. അപ്പോൾ കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യും. എന്നാലും അതേ ഷേപ്പ് തന്നെയായിരിക്കും ഗ്രാഫിൽ ഉണ്ടാവുക. കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യും, അതേ ഷേപ്പ് തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഷേപ്പ്. അപ്പോൾ നമുക്കറിയാം ഇതിൽ ഇത്രയും ഈ ഭാഗം അതിൻ്റെ സാച്ചുറേഷൻ റീജിയനാണ്. സാച്ചുറേഷനാണ്, അതായത് ചാർജ് കാരിയേഴ്സ് സാച്ചുറേറ്റ് ചെയ്തു. ഇത് അതിൻ്റെ കട്ട് ഓഫ് റീജിയനാണ്. ഈ ഭാഗം അതിൻ്റെ കട്ട് ഓഫ് റീജിയനാണ്. ഇതിൻ്റെ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് ഓഫാണ്. പിന്നെ ഇതിൽ ഇത്രയും ആയ പോർഷൻ ഉണ്ട്. നമ്മൾ സാധാരണ ബാക്കിയുള്ളതിൽ ആക്റ്റീവ് റീജിയൻ എന്ന് പറയുന്നു. ഇവിടെ പ്രത്യേകം എന്താ വെച്ചാൽ അതിന് ഒമീക് റീജിയൻ എന്ന് പറയാം. ഓർ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് വോൾട്ടേജ് വേരിയബിൾ റെസിസ്റ്റർ എന്ന് പറയാം. അതായത് ഈ ഡിവൈസിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള റെസിസ്റ്റൻസ് നമുക്ക് ഇവിടുത്തെ വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ട് വേരി ചെയ്തെടുക്കാം. അതുകൊണ്ടാണല്ലോ ഇതിൽ കൂടെ കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വോൾട്ടേജ് വേരിയബിൾ റെസിസ്റ്റൻസ് റീജിയൻ എന്നോ അല്ലെങ്കിൽ ചാനൽ ഒമീക് റീജിയൻ എന്നോ പറയാം. അപ്പോൾ ഈ നമ്മൾ അതിൻ്റെ ആക്റ്റീവ് റീജിയൻ എന്ന് പറയാം, ചാനൽ ഒമീക് റീജിയൻ എന്നും പറയാം. ഇത്രയും പോർഷന് സാച്ചുറേഷൻ റീജിയൻ എന്നും പറയാം. ഇത് കട്ട് ഓഫ് റീജിയൻ എന്ന് പറയാം. അങ്ങനെ 3 റീജിയൻ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി ഇതിൽ ഈ ക്യാരക്ടറിസ്റ്റിക്സിൽ ഏതൊരു ഇതും പോലെ ഇതിൻ്റെ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് നമുക്ക് മെഷർ ചെയ്യാം. ചേഞ്ച് ഇൻ വോൾട്ടേജ്, അതായത് ഡ്രെയിൻ ടു സോഴ്സിലെ ചേഞ്ച് ഇൻ വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇത് മുതൽക്ക് ഇതുവരെയുള്ള ഡ്രെയിൻ കറണ്ട്, അത് ഡെൽറ്റ വി ഡി എസ് ടു ദ ഡെൽറ്റ ഐ ഡി ഡ്രെയിൻ കറണ്ട്, ഡെൽറ്റ വി ഡി എസ് ടു ഡെൽറ്റ ഐ ഡി. ഇതാണ് അതിൻ്റെ
ഡ്രെയിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് നിന്ന് കിട്ടുന്നതാണ്. അതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇതുവരേക്കുള്ള ഇതിൻ്റെ റെസിസ്റ്റൻസ് ആണ് ആക്ച്വലി ഉണ്ടാവുക. എത്ര ഓംസ് റെസിസ്റ്റൻസ് ആണെന്നാണ് നമുക്കതിൽ പറയുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞത് ഈ സാധനം. ഇനി അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞത് അതിൻ്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് അല്ല. അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറയുക ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ്. ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞാൽ ഈ പോർഷനിലാണ് ഉള്ളത്. ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ ഇതിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യാൻ യാതൊരു വഴിയില്ല. ഇതിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യിക്കാൻ കഴിയില്ല നമുക്ക്. കാരണം ഇത് ഇത്രയും ഭാഗം മറ്റേ സെമി കണ്ടക്ടർ ഇൻസുലേറ്റർ ആയതുകൊണ്ട് അതിൽ കൂടെ ഈ ഇൻപുട്ട് സൈഡിൽ കറണ്ട് ഫ്ലോ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് പോസിബിൾ അല്ല. പകരം എന്ത് വെച്ചാൽ ഇവിടുത്തെ വോൾട്ടേജ് ചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടുത്തെ കറണ്ട് കറസ്പോണ്ടിങ്ങിൽ ചേഞ്ച് ചെയ്യും. ഇവിടുത്തെ വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ കറണ്ട് ചേഞ്ച് ചെയ്യും. അത് തമ്മിലുള്ള റിലേറ്റ് ചെയ്യുന്ന ഇതാണ് അതിൻ്റെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞാൽ നമ്മൾ എന്ത് വെച്ചാൽ ഡ്രെയിൻ ടു സോഴ്സ് ഒരു ഫിക്സഡ് വോൾട്ടേജ് നമ്മൾ കൊടുക്കും. ഈ സൈഡിൽ ഒരു ഫിക്സഡ് വോൾട്ടേജ് കൊടുക്കും. പിന്നെ ഈ സൈഡിലെ വോൾട്ടേജ് 0 ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇതിൽ കൂടെ എന്തുമാത്രം കറണ്ട് ഫ്ലോ ചെയ്യുന്നു എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ സൈഡിൽ ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതൊരു 8 വോൾട്ടോ അല്ലെ 10 വോൾട്ടോ അതിനൊരു ഫിക്സഡ് ആയിട്ടുള്ള വോൾട്ടേജ് നമ്മളിവിടെ കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇവിടുത്തെ വോൾട്ടേജ് ഈ ഗേറ്റ് ടു സോഴ്സ് ഓർ ഈ സൈഡിലെ വോൾട്ടേജ് നമ്മൾ 0 ഇൻക്രീസ് ചെയ്യുക. 0 ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഇതിൽ കൂടുതൽ കറണ്ട് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫിക്സഡ് വോൾട്ടേജ് കൊടുത്തു. ഫിക്സഡ് വോൾട്ടേജ് കൊടുത്തെങ്കിലും ഇവിടെ വോൾട്ടേജ് 0 ആണെങ്കിൽ നമുക്കറിയാം ഇതിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ലീക്കേജ് കറണ്ട് നെഗ്ലിജിബിളി സ്മോളാണ്, എബൌട്ട് 0 ആണ്, 0 വോൾട്ടേജേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇവിടുത്തെ വോൾട്ടേജ് നമ്മൾ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്നു. ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ സൈഡ് ഗ്രാജുവലി പോസിറ്റീവാവും, അപ്പോൾ ഇവിടെ നെഗറ്റീവാവും. അപ്പോൾ ഇവിടെ കറസ്പോണ്ടിങ്ങിൽ പോസിറ്റീവ് വരണം, ഇവിടെ നെഗറ്റീവ് വരും. അപ്പോൾ അങ്ങനെ ഇവിടെ നെഗറ്റീവ് ചാർജ് കൂടുതലാകുമ്പോഴാണ് ഈ സൈഡിൽ ചാനൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക, കറണ്ട് ഫ്ലോ ചെയ്യാനുള്ള ചാനൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അപ്പോൾ ലോവർ വോൾട്ടേജ് ഒന്നും ഇവിടെ സഫിഷ്യൻ്റ് ആയിട്ടുള്ള നെഗറ്റീവ് ചാർജസ് അക്യുമുലേഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഇതിൽ കൂടുതൽ ചാർജ് ഫ്ലോ ചെയ്യാനുള്ള ചാനൽ ഉണ്ടാവില്ല. വോൾട്ടേജ് ഇങ്ങനെ നമ്മൾ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറേശ്ശെ ചാനൽ ഫോം അപ്പ് ചെയ്തു. അപ്പോൾ ഇതിൽ കൂടുതൽ കറണ്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ വോൾട്ടേജ് ഇവിടുത്തെ വോൾട്ടേജ് ചെറുതായിട്ട് വോൾട്ടേജ് വരുമ്പോൾ ഇതിൽ കൂടെ കുറച്ച് കറണ്ട് ഫ്ലോ ചെയ്തു. ഇനി ഇവിടുത്തെ വോൾട്ടേജ് നമ്മൾ ഇനി ഇൻക്രീസ് ചെയ്യുന്നതോറും എന്ന് വെച്ചാൽ ഇവിടുത്തെ ചാർജ് കാരിയേഴ്സ് കൂടുതൽ ഇങ്ങോട്ട് അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇതിൽ കൂടുതൽ കറണ്ട് കറസ്പോണ്ടിങ്ങിലി കൂടുകയും ചെയ്യും. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതോറും ഇതിൽ കൂടുതൽ കറണ്ട് കറസ്പോണ്ടിങ്ങിലി ഇൻക്രീസ് ചെയ്യും. അതിൻ്റെ ഗ്രാഫാണ് നമ്മളിത് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് അതിൻ്റെ VGS ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ്, ഇത് ഡ്രെയിൻ ID ഓർ ഡ്രെയിൻ കറണ്ട്. അപ്പോൾ ഈ ഡ്രെയിൻ കറണ്ട് VGS 0-ൽ ഗേറ്റ് ടു സോഴ്സ് 0 വോൾട്ടേജ് ആകുമ്പോൾ കറണ്ടില്ല. കുറച്ച് നമ്മൾ കൂട്ടി അപ്പോഴും കറണ്ടില്ല. ഇവിടെ എത്തിയ സമയത്താണ് കറണ്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് ആ ചാനലിൽ കൂടെ കുറേശ്ശെ കറണ്ട് ഫ്ലോ ചെയ്തത്. അപ്പോൾ ഇതിനെ നമ്മൾ ത്രെഷോൾഡ് വോൾട്ടേജ് ഓർ VT എന്നാണ് കൊടുക്കേണ്ടത്. V_T ത്രെഷോൾഡ് വോൾട്ടേജ്. പിന്നെ നമ്മൾ വീണ്ടും വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു വെച്ചാൽ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ചാനൽ കുറേശ്ശെ ഫോം അപ്പ് ചെയ്യുന്നു. ചാനൽ ഫോം അപ്പ് ചെയ്യുന്നതോടുകൂടി ഇതിൽ കൂടെ കുറച്ച് കറണ്ട് ഫ്ലോ ചെയ്യുന്നു. വീണ്ടും വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ചാനൽ കൂടുതൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അപ്പോൾ കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നു. അങ്ങനെ കറണ്ട് കൂടി ഒരു കണ്ടീഷൻ എത്തുന്നതോടുകൂടി അതിൻ്റെ സാച്ചുറേറ്റഡ് കറണ്ടിലെത്തും. പിന്നെ അത് സ്ട്രെയിറ്റ് ലൈനായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് കർവ് എന്ന് പറഞ്ഞത്. ഇനി ഈ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് കർവിൽ ഇതിൻ്റെ വേറൊരു പാരാമീറ്റർ നമുക്ക് എടുക്കാനുണ്ട്. ഇതിൻ്റെ ഈ സൈഡിലുള്ള ഇവിടുത്തെ അതിൻ്റെ സ്ലോപ്പ് എടുക്കുക. ഈ സൈഡിലതിൻ്റെ സ്ലോപ്പ് എടുക്കുക. അതായത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ചേഞ്ച് ഇൻ കറൻ്റാണുള്ളത്, ഔട്ട്പുട്ടിലെ ചേഞ്ച് ഇൻ കറൻ്റാണുള്ളത്. ഔട്ട്പുട്ട് ചേഞ്ച് ഇൻ കറണ്ട് ഫോർ ആൻ ഇൻപുട്ട് വോൾട്ടേജ് ചേഞ്ച്, അതായത് സ്മോൾ ചേഞ്ച് ഇൻ ഡ്രെയിൻ കറണ്ട് ടു സ്മോൾ ചേഞ്ച് ഇൻ ഗേറ്റ് വോൾട്ടേജ്. അതിനെ നമ്മൾ അതിൻ്റെ ട്രാൻസ് കണ്ടക്റ്റൻസ് എന്ന് പറയും. അതായത് കറൻറ്റ് ഡിവൈഡ് ബൈ വോൾട്ടേജ് ആണ്. കറൻറ്റ് ID ഡിവൈഡ് ബൈ VGS ആണ്. അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് കറൻറ്റ് ഡിവൈഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ആണ്. അപ്പം വോൾട്ടേജ് ബൈ കറണ്ട് ആയതുകൊണ്ട് തന്നെ കറണ്ട് ബൈ വോൾട്ടേജ് ആണ്, റെസിസ്റ്റൻസ് ആണ്.
വോൾട്ടേജ് ബൈ കറണ്ട് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ബൈ കറണ്ട് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്, കറണ്ട് ബൈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കണ്ടക്റ്റൻസ് ആണ്. അപ്പോൾ ഇതിനെ ട്രാൻസ് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഒന്ന് ഇൻപുട്ടും ഒന്ന് ഔട്ട്പുട്ടിലും, അതായത് ഇത് ഇൻപുട്ടിലും ഇത് ഔട്ട്പുട്ടിലും ഈ ചേഞ്ച് ആയതുകൊണ്ടാണ്, ഇത് ഔട്ട്പുട്ടും ഇത് ഇൻപുട്ടും ആയതുകൊണ്ടാണ് ഇതിന് ട്രാൻസ് എന്ന് പറയാൻ കാരണം. അപ്പോൾ ട്രാൻസ് കണ്ടക്റ്റൻസ് എന്നാൽ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് കറണ്ട് ടു ദ ചേഞ്ച് ഇൻ ഇൻപുട്ട് വോൾട്ടേജ് ആണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ അടുത്ത പ്രധാനപ്പെട്ട പാരാമീറ്റർ. ഇനി മൂന്നാമത്തെ ഒരു പാരാമീറ്റർ ഉണ്ട്, വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഓർ മ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രെയിൻ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓംസ് തന്നെയാണ്. ട്രാൻസ് കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ് MHO, അതായത് OHM തിരിച്ചിടുക. അപ്പോൾ MHO അല്ലെങ്കിൽ മോ ആണ്. അപ്പോൾ ഇത് ഓം ആണ്, ഇത് മോ ആണ്. പിന്നെ ഇത് വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ, അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് ചേഞ്ച് ടു ദ ഇൻപുട്ട് വോൾട്ടേജ് ചേഞ്ച്. നമ്മൾ ട്രാൻസിസ്റ്ററിലൊക്കെ ബീറ്റ പറയുന്ന പോലെ, ബീറ്റ എന്ന കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടറാണ്. ഔട്ട്പുട്ട് കറണ്ട് ഡിവൈഡ് ബൈ ഇൻപുട്ടാണ്. ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ് ആയതുകൊണ്ടാണ് വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടറാണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ VDS ഔട്ട്പുട്ട് വോൾട്ടേജിലെ ചേഞ്ച് ടു ദ ചേഞ്ച് ഇൻ ഇൻപുട്ട് വോൾട്ടേജ്. ഇതാണ് ഇതിൻ്റെ വോൾട്ടേജ് മൂന്നാമത്തെ പാരാമീറ്റർ. അപ്പം മെയിനായിട്ട് 3 പാരാമീറ്ററാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവുക. ഇനി നമുക്കിതിൽ നോക്കേണ്ടത് ഇതിൻ്റെ മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജസ് ആണ്, ഈ ഡിവൈസിൻ്റെ അഡ്വാൻറ്റേജസ്. അതിൽ ഫസ്റ്റത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ലാർജർ വോൾട്ടേജ് ആൻഡ് കറണ്ട് റേറ്റിംഗ്. അതായത് പവർ ഡിവൈസാണിത്, പവർ മറ്റേ ഹാൻഡിൽ ചെയ്യേണ്ട ഡിവൈസാണ്. അപ്പോൾ അതിന് ഹയർ വോൾട്ടേജ് റേറ്റിംഗ് വേണം, ഹയർ കറണ്ട് റേറ്റിംഗ് വേണം, എന്നാലേ ഹയർ പവർ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ഡിവൈസ് ലാർജർ വോൾട്ടേജ് റേറ്റിങ്ങിലും കറണ്ട് റേറ്റിങ്ങിലും നമുക്ക് അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതുകൊണ്ട് ഇത് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് ആണ്. പിന്നെ അടുത്തത് എന്താ വെച്ചാൽ അതിൻ്റെ സൈസ് സ്മോളറാണ്. നമുക്കറിയാം മൈക്രോ പ്രോസസ്സർ, മൈക്രോ കൺട്രോളറൊക്കെ അതിൻ്റെ ഇൻറ്റേർണൽ ആർക്കിടെക്ചർ കംപ്ലീറ്റും MOSFET കൊണ്ടാണ്. അത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്മോളർ ചിപ്പ് ഏരിയയിൽ ലാർജർ നമ്പർ ഓഫ് ഡിവൈസസ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ സ്മോളർ ചിപ്പ് സൈസിൽ ലാർജർ ആംബിയർ റേറ്റിങ്ങിലുള്ള ഡിവൈസ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈസ് വിൽ ബി എ സ്മോളർ വൺ. ആൻഡ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോസ്റ്റും കമ്പാരിറ്റീവ്ലി കുറവാണ്. ആൻഡ് ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ പ്ലാസ്റ്റിക് പാക്കേജസ് ആൾസോ. മെറ്റലൈസ്ഡ് പാക്കേജ് തന്നെ വേണമെന്നില്ല, പ്ലാസ്റ്റിക് പാക്കേജസിലും ഇത് അവൈലബിൾ ആണ്. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജസ്. പിന്നെ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പറയേണ്ടത് ഒരൊറ്റ കാര്യം മാത്രമാണ്, അത് ഞാൻ പ്രത്യേകം ഇതിൽ നോട്ട് ചെയ്തിട്ടില്ല. അതിൻ്റെ ഓൺ സ്റ്റേറ്റ് ഓർ സാച്ചുറേഷൻ ടൈമിലെ അതിൻ്റെ ഡ്രെയിൻ ടു സോഴ്സ് വോൾട്ടേജ് കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ഡിവൈസിനെക്കാട്ടിലും കുറച്ചധികമാണ്. അതൊരു ചെറിയൊരു ഡ്രോബാക്കാണ്. അത് ഞാൻ സ്ലൈഡിലിട്ടിട്ടില്ല. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസാണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് പറഞ്ഞാൽ ഫസ്റ്റത്തെ ആപ്ലിക്കേഷൻ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് ഇൻവെർട്ടർ. ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ DC പവറിനെ AC പവറാക്കി കൺവേർട്ട് ചെയ്യുന്നതിനുള്ള അറേഞ്ച്മെൻറ്റാണ് ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ. ഇൻവെർട്ടർ സാധാരണ ഒരുപാട് ഡിവൈസസിൽ ഉണ്ട്. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇൻവെർട്ടർ എന്ന് പറയുന്ന സാധനം, അതിൽ ബാറ്ററി എന്നുള്ള വോൾട്ടേജിനെ DC ആക്കി കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഡിവൈസ് MOSFET പറഞ്ഞാൽ അതിനു വേണ്ടി ധാരാളം ഉപയോഗിക്കാം. പിന്നെ അടുത്തത് എന്താ വെച്ചാൽ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഇൻഡക്ഷൻ ഹീറ്റിംഗ്. ഇൻഡക്ഷൻ ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും പരിചയമുള്ളത് എന്താ വെച്ചാൽ ഇൻഡക്ഷൻ കുക്കറാണ്. നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിൽ അതിൻ്റെ ഫൈനൽ ഒരു കോയിലുണ്ട്. ഈ കോയിൽ വർക്ക് ചെയ്യുന്നത് വേണ്ടിയിട്ടുള്ള, അതായത് ഈ 2000 വാട്ടോളം അതിൽ നമുക്ക് പവർ കിട്ടും പലതിലും. ഈ 2000 വാട്ടോളം പവർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ കോയിൽ ഡ്രൈവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇത് ഒരൊറ്റ MOSFET കൊണ്ട് ഈ 2000 വാട്ട്സിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഇൻഡക്ഷൻ ഹീറ്റിംഗ്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ SMPS, സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ ഫൈനൽ ഡ്രൈവിൽ. സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് നമുക്കറിയാം. ഈ അതിൽ ആദ്യം നമ്മളെ സപ്ലൈ വോൾട്ടേജ് AC-നെ DC ആക്കി മാറ്റി, അതിനെ ഹയർ ഫ്രീക്വൻസി AC ആക്കി മാറ്റി,
ആ എ സി ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റാണ്. അതിൽ ഫൈനൽ സ്റ്റേജിലുള്ള കൂടുതൽ കറണ്ട് എടുക്കേണ്ട പവർ എടുക്കേണ്ട ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതേമാതിരി മോസഫിറ്റുകളാണ്. അപ്പോൾ SMPS ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് BLDC മോട്ടോർ ഡ്രൈവ് എന്നാണ്. BLDC മോട്ടോർ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഇതൊരു വളരെ റീസെൻ്റായിട്ട് കണ്ടുപിടിച്ചൊരു സാധനമാണ് ബ്രഷ്ലെസ് DC മോട്ടോർ എന്ന്. ബ്രഷ്ലെസ് DC മോട്ടോർ എന്ന് പറഞ്ഞാൽ DC ആണ് അതിലേക്ക് അപ്ലൈ ചെയ്യുക. ആൻഡ് ദർ ഇസ് നോ ബ്രഷസ്. ആൻഡ് അതിൻ്റെ ഒരു വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അത് വളരെ എഫിഷ്യൻ്റാണ്. അപ്പോൾ അങ്ങനത്തെ മോട്ടറിൻ്റെ ഡ്രൈവായിട്ട് ഉപയോഗിക്കണം. ഇപ്പോൾ ഈ തരം മോട്ടറുകൾ ധാരാളമായിട്ട് സീലിംഗ് ഫാനിനും ടേബിൾ ഫാനിനും ഉപയോഗിച്ച് തുടങ്ങി. ഏതാണ്ട് 2500 ഉറുപ്പിയോളം ഇപ്പോഴത്തെ മോട്ടറിന് വിലയുണ്ട്. അതെന്ന് പറഞ്ഞാൽ 60 വാട്ടിൻ്റെ ഫാനിൻ്റെ സ്ഥലത്ത് 30 വാട്ടിൻ്റെ BLDC മോട്ടർ മതി. അപ്പോൾ ആ മോട്ടറിൻ്റെ ഡ്രൈവായിട്ട് ഇത് ഉപയോഗിക്കും. ആൻഡ് വളരെ പ്രധാനപ്പെട്ട വേറൊരു ആപ്ലിക്കേഷൻ എന്താ വെച്ചാൽ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ക്ലാസ് D ഓഡിയോ പവർ ആംപ്ലിഫയർ. നിങ്ങൾ ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് C പവർ ആംപ്ലിഫയേഴ്സ് പഠിച്ചിട്ടുണ്ട്. ഇനി വേറെ ടൈപ്പ് ഉള്ള എന്താ വെച്ചാൽ ക്ലാസ് D പവർ ആംപ്ലിഫയർ ആണ്, ഓഡിയോ പവർ ആംപ്ലിഫയർ ആണ്. ഇത് എന്താ വെച്ചാൽ വളരെ സ്മോളർ സൈസിൽ വളരെ ലാർജർ പവർ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി, രാജ്യ പവറിൽ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു അറേഞ്ച്മെൻറ്റാണ് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഈ പബ്ലിക് അഡ്രസ് സിസ്റ്റം. അതായത് മൈക്ക് സിസ്റ്റത്തിലുള്ള എല്ലാ ഫൈനൽ ആംപ്ലിഫയർ 2500 വാട്ടിൻ്റെ 5000 വാട്ടിൻ്റെ ഒക്കെ ആംപ്ലിഫയർ ആണ്. അതിലേക്കൊക്കെ ഉപയോഗിക്കുന്നത് ക്ലാസ് D പവർ ആംപ്ലിഫയർ ആണ്. അപ്പോൾ അതിന് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. അത് നിങ്ങൾ പിന്നെ വിശദമായിട്ട് പഠിക്കുക. ഈ ക്ലാസ് D പവർ ആംപ്ലിഫയറിൽ അതിൻ്റെ ഫൈനൽ ആംപ്ലിഫയർ ആയിട്ട് ഇത് ഉപയോഗിക്കും. അതായത് ഒരു 1000-2000 വാട്ടിൻ്റെയൊക്കെ ഒരു ആംപ്ലിഫയറിൻ്റെ ഫൈനൽ സ്റ്റേജിൽ ആകെ 2 മോസഫിറ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് അതിൻ്റെ ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഇതിൽ നോക്കാനുള്ളത് ഈ ഡിവൈസ് വന്നത് IGBT ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ് എടുക്കാം. നിങ്ങൾ വിശദമായിട്ട് ഇതൊന്ന് പഠിക്കുക. പഠിച്ചതിന് ശേഷം ഇതിൻ്റെ പോയിൻറ്റ്സ് നോട്ട് ഉണ്ടാക്കുക. പിന്നെ പറ്റുമെങ്കിൽ ഇതിൻ്റെ ഈ ഡിവൈസിൻ്റെ മോസഫിറ്റിൻ്റെ സ്ട്രക്ചറ്, അതിൻ്റെ വർക്കിംഗ്, ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, അഡ്വാൻറ്റേജസ്, ഡ്രോബാക്ക് ഇതൊരു നോട്ടായിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇതോടുകൂടി എല്ലാവർക്കും നന്ദി. ഇനി എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ട് വെച്ചാൽ നിങ്ങൾ ഇങ്ങോട്ട് അറിയിക്കണം, എന്നെ അറിയിക്കണം. ഏതെങ്കിലും രീതിയിൽ മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയേണ്ടതാണ്. ഓക്കെ.